ശാപശിക്ഷയില്ല, കാരണം ആ ശാപമെല്ലാം കർത്താവ് കാൽവരി ക്രൂശിൽ വഹിച്ചു. ചില ആൾക്കാർ പറയാറുണ്ട് പാരമ്പര്യ ശാപമാണ് മരിച്ചു പോയത്. കേട്ടിട്ടുണ്ടോ അത്? പാരമ്പര്യ ശാപം യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുന്നവരെ ഉണ്ടായിരുന്നുള്ളൂ. യേശുക്രിസ്തു ക്രൂശിൽ മരിച്ച ശേഷം നിങ്ങൾക്ക് ആർക്കും പാരമ്പര്യ ശാപമില്ല. എന്നാൽ പാപത്തിൻ്റെ ഫലമുണ്ട്. ചിലപ്പം ജനറ്റിക് പ്രോബ്ലംസ് ഒക്കെ കണ്ടിന്യൂ ചെയ്തേക്കാം. എന്നാൽ ദൈവത്തിന് മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ അപ്പൻ ചെയ്ത കുറ്റത്തിന് നമ്മൾ ശിക്ഷ അനുഭവിക്കുന്നില്ല. അതായത് അപ്പന്മാർ ചെയ്ത, പൂർവികന്മാർ ചെയ്തതിൻ്റെ ഒന്നും ശിക്ഷാവിധിയോ ശാപമോ നമ്മുടെ മേൽ വരുന്നില്ല. ഓക്കെ, അതാ എവിടെ പറഞ്ഞിരിക്കുന്നത്? പുതിയ നിയമത്തെക്കുറിച്ചുള്ള പ്രവചനം യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായത്തിലേക്ക് വരുന്നതിന് മുമ്പ് 31-ാം അധ്യായത്തിൽ 27, 28, 29, 30 ആ ഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, അപ്പൻ പച്ചമുന്തിരിങ്ങ തിന്നാൽ മകന്റെ പല്ല് പൊളിക്കുമെന്ന് അന്നാളിൽ ആരും പറയുകയില്ല. എന്ന് പറഞ്ഞാൽ ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോട് ഒരു പുതിയ നിയമം ചെയ്യുന്ന കാലം വരും. അപ്പൻ പച്ചമുന്തിരിങ്ങ എന്നു മകന്റെ പല്ല് പൊളിച്ചുവെന്ന് അന്നാളിൽ ഇനി ആരും പറയുകയില്ല. പച്ചമുന്തിരിങ്ങ തിന്നവന്റെ പല്ലാണ് പൊളിക്കുന്നത് എന്ന് പറയുന്നത് പുതിയ നിയമത്തെക്കുറിച്ചുള്ള പ്രോഫസിയാണ്. 31-ാം വാക്യത്തിൽ പറയുന്നത്, ഞാൻ ഇതാ പുതിയൊരു ഉടമ്പടി അവരുമായിട്ട് ചെയ്യുന്നു. അത് പണ്ട് ചെയ്തിരുന്നത് പോലത്തെ ഒരു ഉടമ്പടി അല്ല. ഇവിടെ ഓരോരുത്തരും അവരവരുടെ പാപത്തിന് ഉത്തരവാദികളാണ്. അതുകൊണ്ട് പാരമ്പര്യ ശാപം മുറിക്കാൻ നടക്കുന്നതൊന്നും ദൈവികമല്ല എന്നും കൂടെ ഇത്തരുണത്തിൽ ഞാൻ പ്രസ്താവിച്ചു.